ശ്രുതി ടീച്ചറാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ആദ്യ ഫസ്റ്റ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞ് ഓണമൊക്കെ ആഘോഷിച്ച് അതിനുശേഷം ദാ വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? ഇനിയാണ് എന്ത് പഠനത്തിരക്ക്, കലാമേളയുടെ തിരക്ക്, അതുപോലെ ശാസ്ത്രമേളയുടെ തിരക്ക്, സാമൂഹ്യ ശാസ്ത്രമേള, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നിങ്ങളുടെ സമയവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോഴേക്കും നമുക്ക് എന്താണ് പഠിക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനൊന്നും ഒരു എക്സ്ക്യൂസും ആരും തരില്ല അല്ലേ? എനിക്ക് കലാമേളയിൽ ഇത്ര പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. നീ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ എന്ന് നമ്മളോടൊരു മറു ചോദ്യം ചോദിക്കും അവര്. അപ്പോ ഇതെല്ലാം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവസാന നിമിഷം പരീക്ഷയുടെ സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ ചെറിയ ടീച്ചർ വന്ന ചില കുറുക്ക് വഴികൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നമുക്ക് മുന്നിലുണ്ട്. അത് ക്രിസ്തുമസ് എക്സാം അല്ല, വാർഷിക പരീക്ഷയല്ല. അതിനു മുൻപായിട്ട് നമുക്ക് എന്തുണ്ട്? ക്രിസ്തുമസ് എക്സാം കഴിഞ്ഞിട്ടാണ്, പക്ഷെ ആനുവൽ എക്സാമിന് മുൻപാണ് എന്ത്? USS എക്സാം അല്ലേ? അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം കൂടിയാണ് അല്ലേ? ഈ ഒരു പരീക്ഷ നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം കൂടിയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അതെ, സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളതായി. അതുപോലെ വരുന്ന വർഷങ്ങളിൽ അല്ലേ, വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾക്കതൊരു കോൺഫിഡൻസും കൂടിയായിരിക്കും. NMMS ആയിക്കോട്ടെ, ഇനി മുന്നോട്ട് വരുന്ന ഏതൊരു മത്സര പരീക്ഷ ആയിക്കോട്ടെ, അതൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് ഈ ഒരു USS ക്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും അല്ലേ? 7ാം ക്ലാസ് ആവുമ്പോൾ തന്നെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും ടീച്ചേഴ്സും എല്ലാം പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? USS ഉള്ളതാണ്, അസലായിട്ട് പഠിച്ചോന്ന്. ഇനി ഓണ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അല്ലേ, USSന് സെലക്ഷൻ കിട്ടിയില്ല, അങ്ങനെ ഉണ്ടാവോ? ഇല്ല. എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ ഒരു ഓണ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്കൂളിലൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങളെ USSന് സെലക്ട് ചെയ്യുക അല്ലേ? അപ്പം മക്കളെ, USS എഴുതാൻ തയ്യാറായി നിൽക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മറ്റെല്ലാം നമ്മൾ പഠിക്കണം. USS പഠിക്കുന്നവര് അല്ലെങ്കിൽ USS എഴുതാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അത് ആഴത്തിൽ അറിഞ്ഞു പഠിക്കുക. വെറുതെ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കരുത്. ഇപ്പോൾ ഒരു മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, മാത്സിലായിക്കോട്ടെ, ഏത് വിഷയത്തിലായിക്കോട്ടെ, ഒരു പാഠം പഠിക്കുന്ന സമയം അതായത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പഠിക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളറിഞ്ഞുകൊണ്ട്, അതിലെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലേ, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. മാത്സിൻ്റെ ഒക്കെ ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ ഈ OMR ഷീറ്റ് വെച്ചിട്ട് എക്സാം എഴുതുന്നത് ആദ്യമായിട്ടായിരിക്കില്ലേ? അപ്പോൾ സമയം വലിയൊരു പ്രശ്നമാവാറ് മാത്സിനാണ് അല്ലേ? സമയം ഒരു വില്ലനായി മാറുന്നത് മാത്സ് പോലത്തെ സബ്ജക്റ്റിലാണ്. അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാത്സ് ചെയ്ത് പഠിക്കുക, മാത്സ് മാക്സിമം സ്പീഡാക്കി മാറ്റാം. അപ്പോൾ ടീച്ചർ നിങ്ങളോട് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു OMR ഷീറ്റ്, ഒരു പുസ്തകം വാങ്ങി വെക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം മോഡൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഈ വർഷം ആവർത്തിക്കാൻ സാധ്യത കുറവാണ് അല്ലേ? കാരണം എന്താണ്? പാഠപുസ്തകം മാറിയതാണ്. അപ്പോൾ പുതിയ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പാഠം വായിക്കുന്ന സമയത്ത്, ഓരോ വിഷയത്തിൻ്റെയും ഓരോ പാഠം വായിക്കുന്ന സമയത്ത് നമ്മളിത് മനസ്സിൽ കാണണം. ഇത് USS സാധ്യതയുള്ള ഒരു ചോദ്യമാണല്ലോ, അവിടെ അണ്ടർലൈൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു പുസ്തകത്തിൽ നിങ്ങൾ തന്നെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക. USSൻ്റെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നതോ, അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നായിക്കോട്ടെ, ഞങ്ങൾ സൈലത്തിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൂടാതെ ഒരു നോട്ട് USSന് വേണ്ടി നിങ്ങൾ കരുതി വെക്കുക. ഒരു OMR ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു പുസ്തകം വാങ്ങി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്താണ്? ഒരു പുസ്തകം USSന് വേണ്ടി മാറ്റിവെക്കുക. കിട്ടുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏറ്റവും മടിയുള്ള ഒരു കാര്യം, പക്ഷേ ചെയ്തേ പറ്റൂ എന്ന് ടീച്ചർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പത്രവായന അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ അറിയണം അത്. അപ്പോൾ USS പരീക്ഷയ്ക്ക് മാത്രമല്ല, വരും മത്സര പരീക്ഷകളിലും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പത്രവായന. അതിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ, പോയിന്റുകൾ ആയിട്ട് എഴുതി വെക്കുക. ഒരു വാർത്ത കാണുന്ന സമയത്ത് അല്ലേ, ബീഹാർ മുഖ്യമന്ത്രിയെ കുറിച്ചൊരു വാർത്ത വരാണ് സമയത്ത് നിങ്ങൾ ബീഹാറിലെ ആ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് അവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്, അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, കേരളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയുക. അതുപോലെ സോഷ്യൽ പോലത്തെ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിലൊരു
മാപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അല്ലേ. ഭൂപടം വെച്ചിട്ട് അറ്റ്ലസ് ആണ് ഏറ്റവും നല്ലത് എന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊരു കൃത്യമായിട്ടുള്ള കേരളത്തിൻ്റെ ഇന്ത്യയുടെയും മാപ്പ് വെച്ച് പഠിക്കണം. നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു പേജ് ഇങ്ങനെ വായിച്ചിടുന്നതിലും നല്ലത് ഒരു സ്ഥലം നമ്മൾ നോക്കി മനസ്സിലാക്കി അത് അല്ലേ, ഈ സ്ഥലം ഈ സ്ഥലത്തിനും ഇടയിലാണ് എന്ന് നമ്മൾ മാപ്പ് നോക്കി മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ഓർമ്മയിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാഠങ്ങൾ പഠിക്കുമ്പോൾ വെറും പഠനം ആക്കാതെ അത് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, USS പരീക്ഷയ്ക്ക് മുന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, USS പാഠം ഇന്നു മുതൽ നിങ്ങൾ അങ്ങ് തുടങ്ങുക. ഞാൻ പറഞ്ഞ കാര്യം, ഇനി ടൗണിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു OMRൻ്റെ പുസ്തകം വാങ്ങുക. ഓരോ ഷീറ്റ് ബൈ ഷീറ്റ് ആകുമ്പോൾ നമുക്കത് എവിടെയെങ്കിലും കളഞ്ഞു പോകില്ലേ. ഒരു പുസ്തകത്തിൽ ഒരു 100ഓളം ഷീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങി വെക്കുക. പിന്നെ നിങ്ങളുടേതായ ഒരു നോട്ട് പുസ്തകം നിങ്ങൾ സൂക്ഷിക്കുക. ഞങ്ങൾ ഇടയ്ക്ക് തരുന്ന ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വീണ് കിട്ടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾ അതിൽ കുറിച്ച് വെക്കുക. അപ്പോൾ USS അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൈലത്തിനൊപ്പം തന്നെ നേടാൻ പറ്റുമെന്നുള്ളതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ബൈ.